മുട്ടുവേദനയ്ക്കായി എക്സ്റേ എടുത്താൽ കാണുന്നത് തേയ്മാനം മൂലം സന്ധികൾ ചുരുങ്ങുന്നതായാണ്. യാത്രകൾക്ക് വാഹനങ്ങളെ ആശ്രയിക്കുന്ന ഇക്കാലത്ത് കാലിന്റെ തേയ്മാനം കുറയുകയല്ലേ വേണ്ടത്. പകരം തേയ്മാനം കൂടാൻ കാരണം എന്താണ്? മുട്ടുവേദനയ്ക്കായി വേദന സംഹാരികൾ തുടർച്ചയായി കഴിച്ചിട്ടും പറ്റാതെ വരുമ്പോഴാണ് മുട്ട് മാറ്റിവെക്കേണ്ട അവസ്ഥയിലെത്തുന്നത്. മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന മലയാളികളുടെ എണ്ണം കൂടുന്നു. എന്താണ് ഈ ശസ്ത്രക്രിയയിൽ ചെയ്യുന്നത്? അപകട സാധ്യതകൾ എന്തൊക്കെ? മരുന്നും ഓപ്പറേഷനും ഇല്ലാതെ തേയ്മാനം വന്ന സന്ധികളെ എങ്ങനെ റിപ്പയർ ചെയ്യാനാവും? മെറ്റലും പ്ലാസ്റ്റിക്കും കൊണ്ടുണ്ടാക്കിയ കൃത്രിമ സന്ധി ഉപയോഗിക്കാതെ ജീവിതകാലം മുഴുവൻ ആരോഗ്യത്തോടെ നടക്കാനും ഓടാനും ഒക്കെ കഴിയുന്ന രീതിയിൽ മുട്ടിനെ എങ്ങനെ സംരക്ഷിക്കാം? എന്താണ് മുട്ടുവേദനക്കാർ ശ്രദ്ധിക്കേണ്ടത്? ഒരു ഹെൽത്ത് ടിപ്പ് തരിക എന്നതിനുപരി ഈ രോഗത്തിന്റെ കാരണങ്ങളെയും രോഗം നേരത്തെ കണ്ടെത്താനുള്ള മാർഗങ്ങളെയും രോഗം ശരീരത്തെ എത്രമാത്രം ബാധിച്ചു എന്ന് മനസ്സിലാക്കാനുള്ള പരിശോധനാ രീതികളെയും മോഡേൺ മെഡിസിനിൽ ലഭ്യമായ ചികിത്സാ രീതികളെയും അവയുടെ ഗുണദോഷങ്ങളെയും പരിമിതികളെയും കുറിച്ച് അറിവ് നൽകുകയും ഒപ്പം തന്നെ ജീവിതശൈലിയുമായി ഈ രോഗങ്ങൾക്കുള്ള ബന്ധവും ജീവിതശൈലി ക്രമപ്പെടുത്തുന്നതിലൂടെ രോഗപ്രതിരോധവും രോഗമുക്തിയും എങ്ങനെ സാധ്യമാക്കാമെന്നും മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അതിനാൽ വീഡിയോ കുറച്ച് നീണ്ടുപോകാം. കൂടുതലായി ഈ രോഗത്തെക്കുറിച്ചും അത് എങ്ങനെയാണ് ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നറിയാനും മനസ്സിലാക്കി അതിൽ നിന്ന് മോചനം നേടാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണിത്. മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾ പരിശോധനകൾ നടത്തി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ മരുന്നുകൾ കുറയ്ക്കുകയോ നിർത്തുകയോ ചെയ്യാവൂ എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കണം. സന്ധി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മൾ മുട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച്, മുട്ടും ഒരു സന്ധിയാണല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ അതിൻ്റെ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം ഈ കാൽമുട്ടിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നോക്കണം. ബേസിക്കലി അത് നമ്മുടെ മുകളിൽ നിന്നുള്ള ബോൺ, ഫീമർ എന്ന് പറയും. അതുകൂടാതെ ടിബിയ എന്ന് പറഞ്ഞ് താഴെ നിന്നുള്ള ബോണിലേക്ക് അവിടെയാണ് അത് മടങ്ങുകയും ദൂരമൊക്കെ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മുമ്പിൽ നമ്മൾ മുട്ടുചിരട്ട എന്ന് പറയുമല്ലോ, അത് പറ്റല്ല, അതുകൊണ്ട് അപ്പം 3 ബോണാണ് അതിന് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കാലിൻ്റെ താഴത്തെ ബോൺ എന്ന് പറയുന്നത് ശരിക്കും 2 ബോണുണ്ട്. ടിബിയ ഉണ്ട്, ഫിബുല എന്ന് പറഞ്ഞ ഒരു ചെറിയ ബോണും കൂടെ ഉണ്ട്. പക്ഷെ അവർ തമ്മിലേ ഉള്ളൂ, അതും നമ്മുടെ ഈ മുട്ടുമായിട്ട് ബന്ധം വരുന്നില്ല. ബേസിക്കലി മുട്ടിൻ്റെ അവിടെ വരുന്നത് മറ്റേ 3 ബോണാണ്. അതിൽ പ്രധാനം മുകളിൽ നിന്നുള്ള ഫീമറും താഴെ നിന്നുള്ള ടിബിയയാണ്. ഇതിനെ രണ്ടിനെയും കൂടെ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് ലിഗമെന്റ്സ് ഉണ്ട്. അതിലൊരു ആൻറ്റീരിയർ ക്രൂഷിയേറ്റ്, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് എന്നൊക്കെ പറഞ്ഞ് ആ ലിഗമെൻ്റാണ് ഉള്ളിലുള്ളത്. അതുകൂടാതെ നമ്മളൊരു ജോയിൻറ്റ് ക്യാപ്സ്യൂൾ ഉണ്ട്. പിന്നെ ഈ ജോയിൻറ്റിൻ്റെ മുകളിൽ നിന്നുള്ള മസിൽസ് എല്ലാം താഴത്തെ ബോണിലേക്കും പിന്നെ താഴത്തെ ബോണിലേക്ക് പോകുന്ന പല മസിലുകളും മുകളിൽ നിന്ന് താഴെ കാലിൻ്റെ അറ്റത്തേക്ക് വരെ പോകുന്ന മസിലുകളുണ്ട്. അതുപോലെ മുകളിൽ നിന്ന് വരുന്ന മസിലുകളും ഉണ്ട്. ഈവൻ നമ്മളുടെ നട്ടെല്ലേന്ന് വരുന്ന മസിലുകൾ പോലും അവിടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം വഴിയാണ് ഈ ജോയിൻറ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടെൻഡൻസ് ഇതെല്ലാം ഇതുമായിട്ട് ജോയിൻ ചെയ്താണ് ഇരിക്കുന്നത്. പിന്നെ ഈ അസ്ഥിയുടെ തന്നെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസ്ഥിയുടെ ഈ അറ്റമായിട്ട് വരുന്നിടം അവിടെ തരുണാസ്ഥി എന്ന് പറയും. അതാണ് നമ്മളെ ഈ ജോയിൻറ്റ് ഭാഗത്തിരിക്കുന്ന അസ്ഥിക്ക് പറയുന്നത് തരുണാസ്ഥി എന്ന് പറയും, കാർട്ടിലേജ് എന്ന് പറയും ശരിക്കും. അപ്പം അതിൽ ശരിക്കും രക്തക്കൊഴലുകളില്ല, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം അതിന് ന്യൂട്രീഷനൊക്കെ കിട്ടുന്നത് ഈ ജോയിൻറ്റിനകത്തൊരു ഫ്ലൂയിഡ് ഉണ്ടാവും, സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ആ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട്. ഇപ്പം നമുക്ക് വായിക്കകത്തൊക്കെ ആണെങ്കിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. എന്നാൽ നമ്മൾ പുറമെ സ്കിന്നുണ്ട്, വായിക്കകത്തുള്ളിൽ ഒരു മ്യൂക്കസ് മെംബ്രെയിൻ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ സൈനോവിയൽ മെംബ്രെയിൻ, അത് ജോയിൻറ്റിനകത്ത് അവിടെ വേണ്ട വെള്ളം എന്ന് പറയാം. അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുന്നത്. ഒരു ലൂബ്രിക്കൻ്റ് ശരിക്കും ഈ എഞ്ചിനുകൾക്കൊക്കെ ആണെങ്കിൽ, ഈ മൂവിങ് പാർട്ടുള്ള എഞ്ചിനുകൾക്കൊക്കെ ലൂബ്രിക്കൻസ് അല്ലേ ഓയിൽ ഇടുക എന്ന് പറയുമല്ലോ, എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ജോയിൻറ്റിനകത്തുമുള്ള ഒരു ലൂബ്രിക്കൻ്റ് ആയിട്ടുള്ളതാണ് ഈ സൈനോവിയൽ ഫ്ലൂയിഡ്. അപ്പം ഈ നമുക്ക് ജോയിൻറ്റിന് രോഗങ്ങൾ വരുമ്പോൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ പോലും സ്ട്രക്ചറിന്, അതിൻ്റെ കെമിക്കൽ നേച്ചറിന് വ്യത്യാസം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഈ ആർത്രൈറ്റിസുകൾ നമ്മളുടെ ഒരു ഡീറ്റെയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മുട്ടുവേദനയ്ക്ക് കാരണമെന്ന് ആർത്രൈറ്റിസ് ഏറ്റവും പ്രധാനം ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്.
അത് തരുണാസ്ഥിയെ മാത്രമായിട്ട് ബാധിക്കുന്നതാണ്. മെയിൻലി അത് തരുണാസ്ഥിയാണ് ബാധിക്കുന്നത്. പിന്നെ റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്. അത് ജോയിന്റ് ക്യാപ്സ്യൂളിനെയാണ് കൂടുതലും ബാധിക്കുന്നത്. അസ്ഥിയേക്കാളും കൂടുതൽ ആക്ച്വലി ലിഗമെന്റ്സിനെയൊക്കെയാണ്. അത് ഈ കൊളാജൻ വാസ്കുലാർ ഡിസീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നത്, അതായത് വാത രോഗങ്ങൾ. അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ്, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. നമ്മുടെ മോഡേൺ മെഡിസിൻ അനുസരിച്ചൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ് വരുന്നത് വാതരോഗങ്ങൾ, അല്ലെങ്കിൽ റുമാറ്റിസം. അപ്പം ഈ സോറിയാസിസ്, അതിൻ്റെ കൂടെ സ്കിന്നിലും കൂടെ ഈ ലീഷൻസ് ഉണ്ട്. സ്കിന്നിങ്ങനെ പൊളിഞ്ഞു വരിക, ചൊറിച്ചിൽ, ഇതൊക്കെ വരുമ്പം അതിന് സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. പിന്നെ ഗൗട്ട്, അത് വേറെ, പക്ഷെ അത് സാധാരണ നമ്മൾ മുട്ടിനെ അത്ര ബാധിക്കുന്നതല്ല. യൂറിക് ആസിഡ് കൂടുന്ന, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് അടിഞ്ഞു വരുന്നത്. പിന്നെ ലൂപ്പസ് എരിത്തമെറ്റോസ്, ലൂപ്പസിന്റെ പാർട്ടായിട്ട് നമുക്ക് മുട്ടിന് വേദനയും ഇതൊക്കെ വരാം. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഇതെല്ലാം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലാണ് വരുന്നത്. ഈ റുമറ്റോയിഡ് ആർത്രൈറ്റിസും സോറിയാസിസും ലൂപ്പസിലും ഒക്കെ അതിൻ്റെ മെയിൻ കൊളാജനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഓസ്റ്റിയോ ആർത്രൈറ്റിസിൽ ശരിക്കും കാർട്ടിലേജസ്, തരുണാസ്ഥിയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിങ്ങനെ ചുരുങ്ങി പോകുമ്പോഴാണ് നമ്മൾ കൂടുതലായി ഇങ്ങനെ എക്സ്റേയിലൊക്കെ ഒട്ടിപ്പോകുന്ന പോലെ വരും. അപ്പം ഇത് ഇത്ര കൂടി ഇനിയിപ്പം റിപ്പയർ ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുട്ട് മാറ്റി വെക്കണമെന്ന് പറയുന്നത്. യൂഷ്വലി ഇതിൻ്റെ ഡയഗ്നോസിസ് അങ്ങനെയാണ്. എക്സ്റേ നോക്കുക എന്നുള്ളതാണ് ഒന്ന്. പിന്നെ കുറച്ചും കൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും എം ആർ ഐയിലാണെങ്കിൽ മിക്കവാറും പലപ്പോഴും നമുക്ക് അതിലൊക്കെ ഈ തരുണാസ്ഥിയിൽ ബ്രേക്സ് കാണാൻ പറ്റും. അതായത് പൊട്ടൽ പോലെ, അതായത് ഒടിവ് പോലെ, ഒട്ടലും പൊടിവും ഒക്കെ കാണും. പിന്നെ അതുപോലെ ലിഗമെന്റ്സിനും ടയറുകളൊക്കെ കാണാം. അതൊന്നും നമുക്ക് എക്സ്റേ കണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ MRI ഇപ്പം പലപ്പോഴും നമ്മൾ ഈ പറയുമല്ലോ, ഈ ചെറുപ്പക്കാർക്കൊക്കെ വന്ന് ലിഗമെന്റ് ടയർ എന്നൊക്കെ പറയുമല്ലോ, അപ്പം അതിനൊക്കെ നമ്മൾ ഓപ്പറേഷനൊക്കെ ചെയ്യുമല്ലോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആ കൊളാജന് വന്നിരിക്കുന്ന വീക്ക്നെസ് കൊണ്ട് വരുന്നതാണ് ഈ ലിഗമെന്റ് ടയറുകൾ വരുന്നത്. അവർക്ക് പ്രോൺ ഫോർ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ശരിക്കും അത് ബ്ലീഡിങ്ങോ ഒന്നും ഇല്ലാതെ, അതായത് ജോയിന്റിന് ഇപ്പോൾ ഇഞ്ചുറി വന്ന ഒരു പ്രോബ്ലത്തിനാണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കറക്ഷൻ ആവശ്യമാണ്. അല്ലാതെ വരുന്ന ലിഗമെന്റ് ചെറിയ അങ്ങോട്ടോ ഒന്ന് ചെറിയ ഇതിലൊക്കെ ഒരു ലിഗമെന്റ് ടയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ ആ കറക്റ്റ് എക്സസൈസും ഇതും ചെയ്ത് കഴിഞ്ഞാൽ ആ ലിഗമെന്റ് റിപ്പയർ ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ലിഗമെന്റിന് എന്തുകൊണ്ടാണ് ഈ വീക്ക്നെസ് വരുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് യൂഷ്വലി പല ഇതിലും നമ്മളുടെ ഭക്ഷണമായിട്ട്, അതായത് ചില ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് അല്ലെങ്കിൽ ചില ഭക്ഷണം പറ്റാത്ത ഭക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും ഈ ഓട്ടോഇമ്യൂൺ ഗ്രൂപ്പിലുള്ള ഈ രോഗങ്ങൾക്കെല്ലാം കാരണം വരുന്നത്. അപ്പം നമുക്ക് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് എക്സ്റേ നോക്കാം, പിന്നെ MRI നോക്കാം. പിന്നെ ബ്ലഡ് ടെസ്റ്റുകളിൽ നമ്മൾ ESR, CRP, RAF, അതായത് റുമറ്റോയിഡ് ഫാക്ടർ, CCP, ഇതൊക്കെയാണ് നോക്കേണ്ടത്. കാരണം നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ തന്നെ അതിന് മുമ്പ് നമ്മൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസിന് മാത്രമാണ് കാര്യമായിട്ട് ഈ ജോയിന്റ് റീപ്ലേസ്മെന്റ് ബെനിഫിഷ്യലാകുക. മറ്റൊരു ടൈപ്പിനും ബെനിഫിഷ്യലാകാം, മറ്റുള്ള ജോയിന്റുകളെയും അഫക്റ്റ്. കാരണം മറ്റുള്ള ഇതിനൊന്നും ഈ ഒരു ജോയിന്റിന് മാത്രമായിരിക്കില്ല പ്രോബ്ലം. അതായത് ഈ വാത സംബന്ധമായ റുമാറ്റിസം കൊണ്ടുള്ള ആർത്രൈറ്റിസ് വന്നിട്ട് ജോയിന്റിന് മുട്ടിന് പ്രശ്നം വരുന്നതാണെങ്കിൽ അവർക്ക് മറ്റ് ജോയിന്റുകൾക്ക് ഈ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഒരു ജോയിന്റ് മാത്രം ഇപ്പോൾ ഉള്ളെങ്കിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റേതിലാണേലും വരാം. ഒരു ജോയിന്റിനെ പ്രോബ്ലം ഉള്ളതിൽ അതിനെ ഓപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റേതിനും കൂടെ വരും. അപ്പം അതാണ് ഇതിനകത്തൊക്കെ വരാവുന്നത്. അപ്പോൾ ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണോ അതോ വാതസംബന്ധമായിട്ടുള്ള റുമറ്റോയിഡ് അതിനോടനുബന്ധിച്ചുള്ളതാണെന്ന് ആദ്യം അറിയണം. കാരണം മറ്റതിനാണെങ്കിൽ കഴിയുന്നത് നമ്മൾ ഒട്ടും രണ്ടിനും ഓപ്പറേഷൻ ചെയ്യാതിരിക്കുന്നതാണ്. നമ്മൾ ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ രണ്ടിനും നമുക്ക് ഓപ്പറേഷൻ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. നെക്സ്റ്റ്, എങ്ങനെയുള്ളവരിലാണ് ഈ ആർത്രൈറ്റിസ് അല്ലെ മുട്ട് മാറ്റി വയ്ക്കൽ ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഓവർ വെയിറ്റ് ഉള്ളവർ. പിന്നെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഡെലിവറി കഴിയുന്നതനുസരിച്ച് കൂടുതൽ ഫാറ്റ്, അവിടെയും എത്ര പ്രാവശ്യം പ്രസവിച്ചിട്ടുണ്ടോ എന്നുള്ളതല്ല, അവിടെ ഒബേസിറ്റി തന്നെ, പ്രത്യേകിച്ച് വയറിൽ ഫാറ്റ് കെട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് വരുന്നത്. പിന്നെ ഫ്ലാറ്റ്, അതായത് യൂഷ്വലി ഈ ഒബേസ് ആയിട്ടുള്ളവർക്ക് ഫ്ലാറ്റ് ഫുട്ട്, അതായത് അതിൻ്റെ കാലിൻ്റെ ആർച്ച് പോകും, ഇത് വരാം. അങ്ങനെ വരുന്നവർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലായിരിക്കും. കാരണം അത് തന്നെ മൊത്തത്തിൽ നമ്മളുടെ കാലിൻ്റെ ആർച്ച് പോകുക, അല്ലെ ആംഗിൾ, മിക്കവാറും അങ്ങനെയുള്ളവർക്ക് ആംഗിൾ പ്രോബ്ലംസും ഉണ്ടാകും. അപ്പം അതെല്ലാം നമ്മളുടെ മുട്ടിനെയും കൂടെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. അപ്പം അതിന് തേയ്മാനം വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവിടെ നിന്നാണല്ലോ മുട്ടാണല്ലോ എല്ലാത്തിനും ഒരു പരിധി വരെ താങ്ങി നിർത്തുന്നത്. നെക്സ്റ്റ്,
യൂഷ്വലി പലപ്പോഴും ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും, എന്തെങ്കിലും ഒന്ന് വീഴുകയോ തട്ടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓൾറെഡി അവിടെ കുറച്ചൊരു പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഒരു ഇഞ്ചുറി വരുമ്പോൾ അവിടെ ഒരു ഇൻഫ്ലമേഷൻ വരും. അപ്പോൾ പിന്നെ അത് തുടങ്ങിയായിരിക്കും ഈ ആക്ടിവേറ്റഡ് ആവും. അതായത് ഈ ഇൻഫ്ലമേറ്ററി പ്രോസസ്സ് ഇഞ്ചുറിയോടെ അങ്ങ് ആക്ടിവേറ്റഡ് ആയി പിന്നെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുന്നു. കാരണം നമുക്ക് പ്രത്യേകിച്ചും ഇത് ഒബേസിറ്റി ഒക്കെ ഉള്ളവരിലാണെങ്കിൽ അതിൽ നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരു ഒമേഗ 6 ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊരു ഇൻഫ്ലമേറ്ററി. അപ്പോൾ അത് ബോഡിയിൽ ഒത്തിരി കൂടുതലുള്ളവർക്കാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങ് അതിൻ്റെ ആ പ്രോസസ്സ് പിന്നെ അങ്ങ് ബ്ലോക്ക് ചെയ്യാൻ പറ്റാതെ വരും. പിന്നെ അതിനൊപ്പം പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാകാം. പിന്നെ പലതരം ഇൻടോളറൻസും, ഫുഡിനോടുള്ള ഇൻടോളറൻസും, അലർജിയും, ഓട്ടോ ഇമ്മ്യൂൺ ഫാക്ടറും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ടാകും. നെക്സ്റ്റ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, ട്രീറ്റ്മെൻറ്റ് ഇപ്പം നമുക്കൊരു മുട്ടുവേദന വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റെസ്റ്റ് എടുക്കുക, അതിന് കറക്റ്റായിട്ട് ന്യൂട്രീഷൻ കൊടുക്കുക, വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെയിറ്റ് കുറയ്ക്കുക. വെയിറ്റ് കുറയ്ക്കുന്നത് എന്തിനാ? മുട്ടിന് റെസ്റ്റ് കൊടുക്കാനാണ്. കാരണം അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ 50 കിലോ വേണ്ടിടത്ത് നമ്മൾ 70 കിലോ ഉണ്ടെങ്കിൽ നമ്മൾ 20 കിലോ ഭാരം ചുമക്കുക. ആ ഭാരം എല്ലാം ചുമക്കേണ്ടതാരാ? നമ്മുടെ മുട്ട, നമ്മുടെ കാലാണ്. കാലും ഇതുപോലെ അങ്ങനെയുള്ളവർക്ക് മിക്കവാറും മുട്ടിന് മാത്രമായിരിക്കുകയില്ല, ഈ കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദനയുണ്ടാവും, ആങ്കിളിന് വേദനയുണ്ടാവും, ഈവൻ പാദത്തിൽ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അവർ ഏറ്റവും പ്രധാനം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുക. ഈ വെയിറ്റ് കുറയുന്നോടം വരത്തേക്ക് നമ്മൾ ഒത്തിരി നേരം നിൽക്കുക, ഈ എക്സസൈസ് നമ്മൾ വെയിറ്റ് ബെയറിങ് എക്സസൈസ് ചെയ്യാതിരിക്കുക. അതായത് ഇത് കഴിഞ്ഞ് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ അസുഖമുള്ളവർ ചെറിയതായിട്ട് ഓവർ വെയിറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വലിയ മുട്ടുവേദനയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചൊക്കെ ഓടുകയോ നടക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും മാറിയെന്നിരിക്കും. പക്ഷേ അങ്ങനത്തെ എക്സസൈസ് ചെയ്യുമ്പോൾ കൂടുന്നു എന്ന് കാണുകയാണെങ്കിൽ അപ്പോൾ തന്നെ നിർത്തുക. നമ്മൾ വെയിറ്റ് ബെയറിങ് അല്ലാത്ത എക്സസൈസ്, സ്വിമ്മിങ് അല്ലെങ്കിൽ ഫ്ലോറിൽ കിടന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസ് ഒക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇത് ആ തേയ്മാനം കൂട്ടുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഈ ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ, പലരും ആദ്യം കുറച്ച് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ, ഫിഷ്, മീറ്റ്, നോൺ വെജ് ഒക്കെ കഴിക്കുന്നവർ ആദ്യം നോൺ വെജ് ഒക്കെ കട്ട് ചെയ്യും. പിന്നെ ശരിക്കും ഏറ്റവും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത് ഇലക്കറികൾ, ഫിഷ്, മീറ്റ്, പയറുവർഗ്ഗങ്ങൾ. ഇപ്പം നോൺ വെജ് കഴിക്കാത്തവർക്കാണ് പയറുവർഗ്ഗങ്ങൾ, അതൊക്കെയാണ് കഴിക്കേണ്ടത്. പക്ഷെ മിക്കവാറും അതെല്ലാം കട്ട് ചെയ്യും. പിന്നെ ആകെ ഇച്ചിരി ഫ്രൂട്ട്സോ ചോറോ ഒക്കെ മാത്രമായിരിക്കും കഴിക്കുന്നത്. അപ്പം ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടും ഇത് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം പല സ്റ്റഡീസും കാണിക്കുന്നുണ്ട് ഈ കൊളാജൻ ഡാമേജ് വരാൻ തന്നെ കാരണം പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസിയാണ്, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിൻ്റെ ഒക്കെ. അപ്പോൾ ബി കോംപ്ലക്സ് നമ്മളെ ഈ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രോസസ്സിങ്ങിന് ശരിക്കും ബി കോംപ്ലക്സ് ഏറ്റവും അത്യാവശ്യമാണ്. അതേസമയത്ത് നമ്മൾ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്, ഈ പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് കഴിക്കുന്നത്, അതിനകത്ത് ന്യൂട്രീഷൻ ഒന്നും കാണുകയില്ല. ആകെ നമുക്ക് ഈ ഇലക്കറികൾ അങ്ങനെയുള്ളതിനകത്തൊക്കെയാണ് ന്യൂട്രീഷൻ കിട്ടുന്നത്. അത് പ്രത്യേകിച്ച് ബി കോംപ്ലക്സും ഒക്കെ കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ അതൊന്നുമില്ല. അതേസമയത്ത് കൂടുതൽ കാർബ് കഴിക്കുകയും ചെയ്യുന്നു. അവസാനം ഡയറ്റ് നോക്കുന്നവരാകെ ഇത്തിരി കാർബ് മാത്രമായിരിക്കും കഴിക്കുന്നത്. അപ്പം ന്യൂട്രീഷനും ഇല്ല. അപ്പം ഇതൊക്കെ ഈ ഡാമേജ്, കൊളാജന് വരാവുന്ന ഡാമേജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം ബോണിനാണെങ്കിലും മറ്റേ തരുണാസ്ഥിക്കാണെങ്കിലും വേണം അതിന് വേണ്ടിയിട്ടുള്ള റിപ്പയറിനുള്ള കാര്യങ്ങൾ വേണം. ന്യൂട്രീഷനും എക്സസൈസ്. പിന്നെ നമ്മളുടെ ഈ തേയ്മാനത്തിൻ്റെ വേറൊരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മസിലിൻ്റെ സ്ട്രെങ്ത് പോകുന്നത് കൊണ്ട്. മസിലാണ് ഈ ജോയിൻറ്റിനെ ഇങ്ങനെ അതിനെ തമ്മിൽ അതിൻ്റെ വെയിറ്റ് ബെയറിങ്ങിനെ പിടിച്ചു നിർത്തുന്നത് മസിലാണ്. അപ്പം ഈ മസിലിൻ്റെ സ്ട്രെങ്ത് ഇല്ലാതെ വരുന്നതും നമ്മുടെ ഈ തരുണാസ്ഥി അല്ലെങ്കിൽ കാർട്ടിലേജ് തമ്മിൽ ഉരസാനും അങ്ങനെ അതിന് ഡാമേജ് വരാനും ആയിട്ടുള്ള സാധ്യത കൂട്ടുന്നുള്ളതാണ്. അപ്പം ബേസിക്കലി ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഓവർ ചില സാധനങ്ങൾ, കാർബോഹൈഡ്രേറ്റ്, അരി, ഗോതമ്പ്, ഇതൊക്കെ കൂടുതൽ, ബേക്കറി ഐറ്റംസ് ഒക്കെ കൂടുതൽ കഴിച്ചിട്ട് കാലറി കൂടുതലുള്ളതുകൊണ്ട് ഫാറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ മസിലിൻ്റെയും ബോണിൻ്റെയും ഒക്കെ സ്ട്രെങ്ത് പോകുന്നതും കൂടെയാണ് ഇതിനൊക്കെ കാരണമായിട്ട് വരുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ഇതിനകത്ത് മെഡിസിൻസിക്കേഷൻ എടുക്കുന്നത് യൂഷ്വലി പെയിൻ കില്ലേഴ്സാണ്. അതായത് NSAID വിഭാഗത്തിൽപ്പെട്ട COX-2 ഇൻഹിബിറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന മരുന്നുകളാണ് നമ്മൾ ഇതിലൊക്കെ ഉപയോഗിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ ശരിക്കും അതെല്ലാം ഒരു ഫാറ്റിൽ നിന്ന് വരുന്ന ഒരു ഇതാണ്. ഫാറ്റിൻ്റെ omega-6 ഡെറിവേറ്റീവ്സ് ആണ് ഈ പറയുന്ന ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള മരുന്നുകളാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ബേസിക്കലി ഒരു സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് ഉപയോഗിക്കുക എന്നുള്ളതാണ്.
മറ്റുള്ളതൊക്കെ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, എക്സസൈസ് ചെയ്യുക, വെയിറ്റ് കുറയ്ക്കുക, ഇതൊക്കെയാണ്. ന്യൂട്രീഷൻ കറക്റ്റായിട്ട് കൊടുത്ത് റിപ്പയർ ചെയ്യാനുള്ള അവസരം കൊടുക്കുക, വെയിറ്റ് ബെയറിങ് എക്സസൈസ് കുറയ്ക്കുക എന്നുള്ളതാണ്. ഇതൊക്കെ ചെയ്തിട്ട് പറ്റാതെ വരുമ്പോൾ, ചെയ്തിട്ട് പറ്റാതെ വരിക എന്നല്ല, ചെയ്തത് ഇഫക്റ്റീവായിട്ട് സിൻസിയറായിട്ട് ചെയ്യാതെ വരുമ്പോൾ, അതായത് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ശരിക്കും ചെയ്യാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ സർജറിക്ക് പോകേണ്ടി വരുന്നത്. അപ്പം ഈ സർജറിയിൽ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തുടക്കത്തിലെയൊക്കെ ആണെങ്കിൽ വേദനയൊക്കെ വരുമ്പോൾ പലപ്പോഴും MRI ഒക്കെ ചെയ്തിട്ട് അവിടെ ലിഗമെന്റ് ടയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് എൻഡോസ്കോപ്പിക് ആയിട്ട് അത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അത് പക്ഷേ പലപ്പോഴും അത്ര ഇഫക്റ്റീവ് ആകണമെന്നില്ല പലർക്കും. അത് പ്രത്യേകിച്ച് നമ്മൾ വീണ്ടും ഒരു ഇഞ്ചുറി അവിടെ ഇൻഡ്യൂസ് ചെയ്യുകയാണ്. അപ്പം ചിലപ്പം നമ്മുടെ ഡിസീസ് തന്നെ പ്രോഗ്രഷൻ വരാം. പിന്നെ ഉള്ളത് വേറൊരു ഇത് ചെയ്യാറുള്ളത് ഒരു പ്ലേറ്റ്ലെറ്റ് അതിനകത്തേക്ക് ഇൻഫ്യൂസ് ചെയ്യുക, ഒരു ഇഞ്ചക്ഷൻ എടുക്കുക, പിന്നെ സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുക, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അതൊക്കെ ഒരു ടെമ്പററി റിലീഫ്. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരു ടെമ്പററി റിലീഫ് ഒക്കെ കിട്ടാറുണ്ട്. പക്ഷെ ലോങ് ടൈം കിട്ടില്ല എന്നുള്ളതാണ്. അത് മാത്രമല്ല, അതിൽ ഈ ഓസ്റ്റിയോ പൊറോസിസും അങ്ങനത്തെ കുറച്ച് ഈ സ്റ്റിറോയിഡ്സ് ഇമ്മീഡിയറ്റ്ലി ഒരു പെയിൻ റിലീഫ് കിട്ടുമെങ്കിലും അത് ഉള്ളിലേക്ക് നല്ല ഹൈ ഡോസിലല്ല ഇഞ്ചെക്ട് ചെയ്യുന്നത്. അത് ലോങ് ടൈം ആയിട്ട് ചില കോംപ്ലിക്കേഷൻസ് വരുത്താനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം എൻഡോസ്കോപ്പിക് ആയിട്ട് ചെയ്യുക, പിന്നെ ഈ പ്ലേറ്റ്ലെറ്റ് ഇഞ്ചക്ഷൻ അല്ല സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ അത് ചെയ്യാം. സർജിക്കലി വരുമ്പം എൻഡോസ്കോപ്പി ചെയ്യാം, പിന്നെ നീ റീപ്ലേസ്മെൻ്റ് ആണ് യൂഷ്വലി ചെയ്യുന്നത്. ഈ നീ റീപ്ലേസ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള, അതായത് ഏത് ആർട്ടിഫിഷ്യൽ നീ ആണ് ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിരിക്കും. അത് പല ഗ്രേഡിലും പല ഇതിലും ഉണ്ട്. അത് പാർഷ്യലുണ്ട്, ഫുള്ളായിട്ടുള്ളതുണ്ട്, അങ്ങനെ പല രീതിയിലുണ്ടാവും. അതിപ്പോൾ ഓരോ ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ കോസ്റ്റിലും വ്യത്യാസം വരും. മോർ സൊഫിസ്റ്റിക്കേറ്റഡ് ആണെങ്കിൽ മോർ കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഏറ്റവും മോഡേൺ ആയിട്ട് പുതിയത് വരുന്ന സാധനം ഏറ്റവും കോസ്റ്റ്ലി ആയിരിക്കും. പക്ഷേ അത് യൂസ്ഡ് ആൻഡ് ടെസ്റ്റഡ് അല്ല, അതിനകത്ത് ചില പ്രശ്നങ്ങൾ വരും. ഇപ്പം നമ്മൾ ചില മെയിൻ കമ്പനിയുടെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ വന്നു എന്നുള്ളത്. പക്ഷെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഒന്ന് അനസ്തീസിയയുടെ കോംപ്ലിക്കേഷൻസ്, പിന്നെ മുറിവാണല്ലോ, ഇൻഫെക്ഷൻ വരാം, അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പെയിൻഫുൾ പ്രൊസീജിയറാണ്. പെയിൻഫുൾ ഉള്ളൊരു, കാരണം ആ ജോയിൻറ്റിനെ തന്നെ തുറക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ഓപ്പറേഷന് പോകുമ്പോഴും അവരവർ തന്നെ, രോഗി തന്നെ നമ്മളത് എന്താണ് ചെയ്യുന്നതെന്നും കൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇപ്പം നമ്മൾ എല്ലാം റീസണബിൾ എഡ്യൂക്കേറ്റഡ്, പ്രത്യേകിച്ച് മലയാളികൾ എല്ലാവരും വളരെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്, എല്ലാവർക്കും നോളജ് ഉണ്ട്. അപ്പോൾ പക്ഷെ പലരും എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേടി കാരണം ഇതെന്താണെന്ന് നോക്കാതിരിക്കും. നോക്കിയാൽ എനിക്ക് പേടി വരുമെന്ന്. അങ്ങനെ നമ്മൾ കണ്ണടച്ചിട്ടാക്കിയിട്ട് കാര്യമില്ല. ഓരോ പ്രൊസീജിയറിന് മുമ്പ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയുക, അതിന് വരാവുന്ന കോംപ്ലിക്കേഷൻ എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കാരണം എന്ത് സർജിക്കൽ പ്രൊസീജിയറിനും അതിൻ്റെതായ കോംപ്ലിക്കേഷനും വരാം. ഇപ്പം നമ്മൾ ഈ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പം പണ്ടൊക്കെ ആണെങ്കിൽ തീരെ നടക്കാൻ മേലാത്തൊക്കെ ഉള്ളവർക്കൊക്കെ ആയിരുന്നു ചെയ്യാറുള്ളത്. ഇപ്പം നമ്മൾ പേഷ്യൻസ് ഒക്കെ പറയാറുണ്ട്, എന്നോട് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുന്നത്. അവർ നല്ല സുഖമായിട്ട് നടക്കുന്നുണ്ട്. ഒരു നടക്കാനൊന്നും വലിയ എല്ലാവരും അല്ല, ചിലർക്ക് തീരെ നടക്കാൻ മേലാത്തവരും വരുന്നുണ്ട്, അല്ലാതെ നിലയിലെത്തിയവരും. പക്ഷെ ചെറുതായിട്ട് കാര്യമായ അവർക്ക് നടക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഇവരോട് മുട്ട് മാറ്റി വയ്ക്കാൻ പറഞ്ഞോ എന്ന് നമ്മൾ അത്ഭുതപ്പെട്ട് പോകാറുള്ള പേഷ്യൻസിനെയും കാണാറുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ഓർക്കണം, ഒരു ഓപ്പറേഷനാണ് ചെയ്യുന്നത്, ചെറിയ ഓപ്പറേഷനല്ല, മേജർ ഓപ്പറേഷനാണ്. അപ്പം അതിൽ അനസ്തീസിയ എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ അനസ്തീസിയ തരണമെന്ന് നിർബന്ധമില്ല, ബോധം കെടുത്തണമെന്നില്ല, കാലയിൽ മാത്രമാണല്ലോ. അപ്പം അവിടുത്തെ നഴ്സിനെ മാത്രം മരവിപ്പിച്ചുകൊണ്ടും ഈ ഓപ്പറേഷൻ ചെയ്യാം. അപ്പം നമുക്ക് ബോധത്തോടു കൂടിയൊക്കെ ഇരിക്കാം എന്ന് കരുതി ഓപ്പറേഷൻ സിമ്പിൾ ആണെന്ന് കരുതരുത്. കാരണം നമ്മുടെ താഴത്തെ ടിബിയ എന്ന് പറഞ്ഞ ബോണിൻ്റെയും മുകളിലത്തെ ഫീമർ എന്ന് പറഞ്ഞ ബോണിൻ്റെയും അറ്റം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് നമ്മൾ ശരിക്കും അത് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. അതിന് നമ്മൾ ഈ ടൈല് കട്ട് ചെയ്യുന്ന പോലെ ഉണ്ടല്ലോ, അതുപോലത്തെ ടൈൽ കട്ടർ പോലെയുള്ള വെരി സ്ട്രോങ് ആയിട്ട് ഇലക്ട്രിക്കൽ കട്ടർ വെച്ചാണ് ആ രണ്ട് ഭാഗവും മുറിച്ച് മാറ്റി, നമ്മൾ മൊത്തത്തിൽ തുറന്ന് രണ്ട് ഭാഗം മുറിച്ച് മാറ്റി അതിൻ്റെ ഇടയിലാണ് നമ്മളിത് ഈ ജോയിൻറ്റ് വെക്കുന്നത്. അപ്പോൾ ഈ ജോയിൻറ്റിനെ എന്നിട്ട് സ്ക്രൂ ചെയ്ത് നമ്മൾ അകത്തേക്ക്, ബോണിനകത്തേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ഒരു ഫോറിൻ ബോഡി അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഓപ്പറേഷനുകളെയും എല്ലാം നമ്മൾ എല്ലാം ഹൈടെക്കാണ് ഇതെല്ലാം, എല്ലാം സേഫ് ആണെന്നൊരു ചിന്ത വരരുത്. കാരണം നമ്മളുടെ ബോഡി ഹെൽത്തി ആണെങ്കിൽ അത് എന്ത് ഫോറിൻ സാധനം വന്നാലും അതിനെ റിജക്റ്റ് ചെയ്യാൻ നോക്കും. ഇത് കമ്പാരിറ്റീവ്ലി ഇനേർട്ടാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ വെക്കാൻ പറ്റുന്നത്. അതായത് നമ്മൾ ബോഡി റിയാക്ട് ചെയ്യാത്ത മെറ്റീരിയൽ വെച്ചാണ്.
പക്ഷെ അത് ഓരോരുത്തരുടേതും ഓരോ റെസ്പോൺസ് ആയിരിക്കും ബോഡിക്ക് വരുന്നത്. അപ്പം ചിലർക്ക് അത് ചിലപ്പോൾ പിടിച്ചില്ല എന്ന് വരും. പിന്നെ ഇതെന്നും ആരോഗ്യമുള്ളവരിലല്ലല്ലോ ചെയ്യുന്നത്, ഇവരെല്ലാം രോഗമുള്ളവരാണല്ലോ. അവർക്ക് ഈ രോഗം മാത്രമായിരിക്കുകയില്ല, മുട്ടിന് മാത്രമായിട്ട് ഒരാൾക്കും രോഗം വരുന്നില്ല. അവർ മിക്കവാറും ഡയബറ്റിക് ആയിരിക്കും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാകും, മറ്റുള്ള പല പല രോഗങ്ങളും ഉള്ളവരായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരിൽ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മൾ ഇൻഫെക്ഷൻ വരാനും കോംപ്ലിക്കേഷൻസ് വരാനും ഒക്കെയുള്ള സാധ്യത, പ്രത്യേകിച്ച് പിന്നെ മിക്കവാറും ഇവരെ ഉള്ളവർ ഓവർ വെയിറ്റ് ഉള്ളവർ ഭയങ്കര മടിയുള്ളവരും ആയിരിക്കും. എക്സസൈസ് ചെയ്യാൻ തീരെ മടിയായതുകൊണ്ടാണല്ലോ നമ്മൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുകയും എക്സസൈസ് ചെയ്യാനുള്ള മടിയും കാരണമാണ് നമുക്ക് രോഗം തന്നെ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ പല രീതിയിൽ നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ട വരാം. പിന്നെ ഇതിൻ്റെ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6 മാസത്തോളം എടുക്കും. 3 to 6 months ആണ് അതിൻ്റെ ഒരു റീഹാബിലിറ്റേഷൻ ടൈം എന്ന് പറയുന്നത്. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്യണം. പിന്നെ ഇതിൻ്റെ പല അതിനോട് കൂടി അനുബന്ധിച്ച് ചിലപ്പം ഈ ബ്ലഡ് ക്ലോട്ട് ആകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വെരിക്കോസ് വെയിൻ പോലെയുള്ള പ്രോബ്ലംസ് ഉള്ളവർ, ഇപ്പോൾ കാലേ വെരിക്കോസ് വെയിൻ ഉള്ളവർക്കായിരിക്കും മിക്കവാറും ഞാൻ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വരുന്ന പേഷ്യൻസിന് എല്ലാം തന്നെ വെരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് വരുന്ന വേദന, കാലിൽ വരുന്ന വേദന ഡബിൾ രോഗം കൊണ്ടാണ്. ഒന്ന് വെരിക്കോസ് വെയിൻ കാരണം ഡ്രെയിനേജ് കറക്റ്റായിട്ടില്ലാത്തതുകൊണ്ട്, മറ്റത് മുട്ടിൻ്റെ തേയ്മാനം കൊണ്ട്. അപ്പോൾ ഈ 2 രീതിയിലുള്ള പെയിനും മിക്കവാറും അവരുടെ കാലിലൊക്കെ കറുപ്പ് നിറവും കാലിലേക്കുള്ള രക്തയോട്ടം ഒക്കെ കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഓൾറെഡി രക്തക്കുഴലിന് ഡാമേജ് ഉള്ളവരാണ്. അപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും വെരിക്കോസ് വെയിനും കൂടി അതിനും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലരും കാണാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പലപ്പോഴും വെരിക്കോസ് വെയിനിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഡോക്ടർമാരാണ് വാസ്കുലർ സർജൻസ് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കും. മുട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത് മുട്ടിൻ്റെ ഡോക്ടേഴ്സാണ്, ഓർത്തോപെഡിക് സർജൻസ് ആയിരിക്കും. എൻഡോസ്കോപ്പി, ഓർത്തോപെഡിക് എൻഡോസ്കോപ്പി ചെയ്യുന്ന അവർ, അല്ലാതെ മുട്ടുമാറ്റിവെക്കൽ എൻഡോസ്കോപ്പി അല്ല, സോറി, മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള യൂഷ്വലി ഓർത്തോപെഡിക് സർജൻസ് ആയിരിക്കും. അപ്പം ഇവർ ഇതിൻ്റെ തമ്മിലുള്ള കണക്ഷൻസും അത്രയും നമ്മൾ നോക്കണമെന്ന് നിർബന്ധമില്ല. അപ്പം ഇതെല്ലാം കഴിയുമ്പോൾ, കാരണം അവിടെ കട്ടിങ്ങും വലിയൊരു മേജർ സർജറിയാണല്ലോ ചെയ്യുന്നത്, അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ നെർവ്സിനും രക്തക്കുഴലുകൾക്കും ഒക്കെ ഡാമേജ് വന്നിട്ടുണ്ടാവാം. അപ്പം വെരിക്കോസ് വെയിൻ്റെ കാര്യങ്ങൾ പിന്നെ കൂടാനുള്ള പോസിബിലിറ്റിയും വരും. അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് അത്രയും മേജർ ഒരു വുണ്ടാണ്, ഉള്ളിലും ഉണ്ടല്ലോ, പുറമേ നമ്മൾ നോക്കുമ്പോൾ ഒറ്റ ഒരു ലൈനിലുള്ള ഒരു സ്റ്റിച്ച് മാത്രമേ കാണുള്ളൂ. പക്ഷെ ഉള്ളിൽ നമ്മൾ അത്ര ഭയങ്കര കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓപ്പറേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ നമ്മളെല്ലാം കറക്റ്റായിട്ട് പോയാൽ മിക്കവാറും നമുക്കൊരു 2-3 മാസം കൊണ്ടൊക്കെ നടന്നേക്കാനും വെരി എഫക്റ്റീവ് ആയിട്ടുള്ളവർക്ക് സ്റ്റെപ്പ് കയറാനും ഒക്കെ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്നാലും എല്ലാത്തിനും ഒരു പലപ്പോഴും ലിമിറ്റേഷൻ ഉണ്ടാകും. പഴയ പോലെ നമ്മളൊരു കംപ്ലീറ്റ് ഫ്ലെക്സിബിലിറ്റി ഒന്നും കിട്ടിയെന്നിരിക്കില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഓപ്പറേഷനിലേക്കൊക്കെ പോകാനായിട്ട്. പിന്നെ കോംപ്ലിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം വീൽ ചെയർ ബൗണ്ട് ആയി പോകുന്ന പേഷ്യൻസും പലരും ഉണ്ടെന്നുള്ളത്. അപ്പോൾ അത് എത്ര പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട്, കാരണം നമ്മൾ പലപ്പോഴും ഡോക്ടേഴ്സ് ഇപ്പം ഈവൻ നമുക്ക് മുട്ടുവേദനയാണ്, ഓർത്തോപെഡിക് സർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പം പലപ്പോഴും ഓപ്പറേഷൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നെല്ലാം പഠിച്ച് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത്, അതിൻ്റെ അത് കഴിഞ്ഞിട്ട് എടുക്കേണ്ട കെയർ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഡോക്ടേഴ്സ് കൂടുതലായിട്ട് എംഫസൈസ് ചെയ്ത് പറയുന്നത്. കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പലപ്പോഴും ആരും തന്നെ പറയുകയില്ല, കാരണം നമ്മൾ എല്ലാവർക്കും വരികയല്ലല്ലോ, പിന്നെ എന്തിനാ പേടിപ്പിക്കുന്നത് എന്നുള്ളൊരിതാണ്. അതുപോലെ തന്നെ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലപ്പോൾ നമുക്ക് റിക്കവറി കിട്ടിയല്ല, വീൽ ചെയർ കൊണ്ടാവും, നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരും ചെയ്യില്ലല്ലോ. അപ്പോൾ അതാണ് ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത്. കോംപ്ലിക്കേഷൻ നമ്മൾ ഇപ്പോൾ ഇന്ന് എല്ലാത്തിലും എന്താ, ഈവൻ ചാറ്റ് ജിപിടിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തരും എന്തൊക്കെയാണ് നീ റീപ്ലേസ്മെൻറ്റിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. ഈവൻ അതിൻ്റെ ഓപ്പറേഷൻ്റെ പ്രൊസീജിയർ, അതിൻ്റെ ഇമേജസ്, എന്താണ് അവിടെ കട്ടിങ്, ഇതെല്ലാം നമുക്ക് നെറ്റിൽ കിട്ടുന്നതേ ഉള്ളൂ. നമ്മളൊരു മേജർ സർജറിക്ക് പോകുന്നതിൻ്റെ മുമ്പ് ഇതൊക്കെ നോക്കുക. കാരണം ഇതൊരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി കറക്റ്റ് ചെയ്യാമെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറാവുന്നതേ ഉള്ളൂ. അപ്പം ജീവിതശൈലി കറക്റ്റ് ചെയ്യുന്നതാണോ നമ്മൾ ഇത്രയും വലിയൊരു ഓപ്പറേഷനും മുറിവും വേദനയും, ഏതായാലും ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വേദനയും സഹിക്കേണ്ടി വരും. ഇതിലൊക്കെ പോകണോ, അതിലും സിമ്പിൾ അല്ലേ നമ്മൾ ഇത് കഴിഞ്ഞാലും എക്സസൈസ് ചെയ്ത് വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ഈ വെച്ച
ജോയിൻറ്റിന് ലൈഫ് സ്പാൻ അത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കറക്റ്റായിട്ട് പോയില്ലെങ്കിൽ അത് പിന്നെ അതൊരു സിമെൻറ്റ് ഇട്ടും കൂടെയാണ്, സ്ക്രൂ ചെയ്തും സിമെൻറ്റ് ഇട്ടുമാണ് ഉറപ്പിക്കുന്നത്. ഈ സിമെൻറ്റൊക്കെ നമ്മൾ ബോഡി അതുമായിട്ട് റിയാക്ട് ചെയ്ത് അതൊക്കെ ലൂസാകാൻ തുടങ്ങും. അപ്പം അങ്ങനെയുള്ള അതിൻ്റെ ലൈഫ് നമ്മൾ 15 ഇയേഴ്സ്, 20 ഇയേഴ്സ്, 25 ഇയേഴ്സ് ഒക്കെ കിട്ടുമെന്ന് പറയുന്നു. ഇപ്പം പലപ്പോഴും പലരും 10-40 വയസ്സൊക്കെ ഇപ്പോൾ ഉള്ളപ്പോൾ തന്നെ ചെയ്യേണ്ടി വരുന്നവരും ഉണ്ടെന്നുള്ളതാണ്. ഒത്തിരി ഓൾഡ് ഏജിലാകുമ്പോൾ പിന്നെ 20-25 ഇയേഴ്സ് കിട്ടിയാൽ 70 വയസ്സുള്ള ആൾക്ക് ദാറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. അപ്പം ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ ഇതിൻ്റെ കോംപ്ലിക്കേഷനിൽ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ, അതൊരു 1% ഇതിൽ വരാം. പിന്നെ വീനസ് ത്രോംബോ എംബോളിസം, ത്രോംബസ് വരാമെന്നുള്ളത്, അതായത് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ് വരാമെന്നുള്ളതാണ്. വെയിനിനകത്ത് രക്തം കട്ട പിടിക്കാൻ, അത് ഓൾമോസ്റ്റ് 15% ഓഫ് പേഷ്യൻസിന് അത് വരുന്നു എന്നുള്ളതാണ്. അത് വന്നാലും ചിലപ്പോൾ ഒന്നും സിംറ്റമാറ്റിക് ആണോന്നില്ല, മേജർ സിംറ്റമിലേക്കൊക്കെ പോകുന്ന ഒരു 2-3%-നാണ് വരാവുന്നത്. പിന്നെ നെർവ് ഇഞ്ചുറി, അത് ഒരു 1-2%-നും നെർവ് ഇഞ്ചുറി വരാം. നെർവ് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളുടെ കാലിൻ്റെ മസിലിന് കുറച്ചുകൂടെ ഒരു വീക്ക്നെസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ ജോയിൻറ്റിൻ്റെ ആ വേദനയും സ്റ്റിഫ്നെസ്സും ഒരു 8-23%-ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് വേദനയും പിന്നെയും കണ്ടിന്യൂ ചെയ്യും. വേദനയും സ്റ്റിഫ്നെസ്സും ടു 8-23%-ന് വരാം. അപ്പം നമുക്ക് ആകാം അത് വരുന്നത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഈ കോംപ്ലിക്കേഷനും കൂടെ മനസ്സിലാക്കണം. അപ്പം ചെറിയ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് പോയി ചെയ്യേണ്ടതല്ല ഇതൊന്നും. പിന്നെ ഈ പ്രോസ്റ്റസിസ് ഫെയിലിയർ, അതായത് ഈ തന്നെ ഒരു ഫെയിലിയർ പോലെ 2% ആൾക്കാർക്ക് 5 വർഷത്തിനുള്ളിൽ ഫെയിലിയർ വരാമെന്നുള്ളതാണ്, 2%-നുള്ളിൽ. അല്ലാതെ 10-25 വർഷമൊക്കെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു 2%-ന് 5 കൊല്ലത്തിനുള്ളിൽ ഈ ജോയിൻറ്റ് ഫെയിൽ ചെയ്യാനുള്ള പ്രോസ്റ്റസിസ് ഫെയിലിയർ എന്ന് പറയുന്നത്, അതായത് ആർട്ടിഫിഷ്യൽ ജോയിൻറ്റ് നമ്മളൊരു ഇതാണല്ലോ വയ്ക്കുന്നത്, അത് ഫെയിൽ ചെയ്യാമെന്നുള്ളതാണ്. അപ്പം ബേസിക്കലി അങ്ങനെ പല കോംപ്ലിക്കേഷൻസും കൂടെ ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളും കൂടെ മനസ്സിലാക്കി അതും കൂടെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് വേണം ഇതിലൊക്കെ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്താലേ എന്താണ് നമുക്ക് എങ്ങനെയാണ് ഈ മുട്ടുമാറ്റിവെക്കൽ ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ കണ്ടുപിടിക്കുക. അതായത് മുട്ടുവേദന വരാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്കുക എന്തോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മുടെ വെയിറ്റ് കൂടുതലാണോ, കുടവേറുണ്ടോ എന്ന് നോക്കുക. പിന്നെ നമുക്ക് വെരിക്കോസ് വെയിനുമായിട്ടുള്ള ബന്ധമുണ്ട്. വെരിക്കോസ് വെയിനും ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസാണ്, ഇതും ഒരു ഓട്ടോഇമ്മ്യൂണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം മിക്കവാറും രണ്ടും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രക്തക്കുഴലുകൾക്കും കൂടി ഡാമേജ് വരുന്നുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ കാലയിൽ അപ്പം വെരിക്കോസ് വെയിനൊക്കെ ഉള്ളവർക്ക് മിക്കവാറും ഇതിലൂടെ പൈൽസ് ഉണ്ടാകാം. ആണുങ്ങളിലാണെങ്കിൽ വെരിക്കോസിലുണ്ടാകും. അപ്പം രക്തക്കുഴലുകൾ മൊത്തം ബോഡിയിൽ ഡാമേജ് വരുന്നുണ്ട്. ഈവൻ ഈ ഗ്ലോക്കോമ, കണ്ണിൽ ഗ്ലോക്കോമ വരാനുള്ള ചാൻസ് ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് തന്നെയാണ് ഈ ഇതും കൂടെ വരുന്നത്. അപ്പം നമ്മൾ ഇതിനെല്ലാം എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് നമുക്ക് ഓവർ വെയ്റ്റും കുടവേറും ഈ വെരിക്കോസ് വെയിൻ ആണെങ്കിലും കൂട്ടും, നമ്മൾ മുട്ടിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും കൂട്ടും. രണ്ടും നമ്മുടെ കാലിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. കാലുവേദനയിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം വെയിറ്റ് കൂടുന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ ഭക്ഷണത്തിൽ കലോറി കുറയ്ക്കുക. പ്രത്യേകിച്ച് നമ്മൾ ധാന്യങ്ങൾ, അതുപോലെ ബേക്കറി ഐറ്റംസ് ഇതൊക്കെ കുറയ്ക്കുക. കഴിയുന്നതും നമ്മൾ വെയിറ്റ് കുറയ്ക്കാൻ നോക്കേണ്ടവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ മോഡറേറ്റ് ആയിട്ട് നോൺ വെജും കഴിക്കുക. എന്നിട്ട് എക്സസൈസ് ചെയ്യുക. മുട്ടുവേദന ഉണ്ടെങ്കിൽ കഴിയുന്നതും കിടന്നുകൊണ്ടുള്ള എക്സസൈസ്, അല്ലെങ്കിൽ സ്വിമ്മിങ് പോലെയുള്ള വെയിറ്റ് ബെയറിങ് അല്ലാത്ത തരം എക്സസൈസ് ചെയ്യാനായിട്ട്, അത് കാലിൽ പിന്നെയും ഭാരം കൊടുക്കാത്ത രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ അപ്പം തന്നെ ആണെങ്കിൽ നമുക്കതെല്ലാം സ്വയം തന്നെ കൺട്രോൾ ചെയ്ത് നമ്മുടെ ബോഡിയെ കറക്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് അവനവനാണ് അവനവൻ്റെ ബോഡിയെ മാനേജ് ചെയ്യേണ്ടത്. നമ്മളാണ് മാനേജർ. ആ മാനേജ് കറക്റ്റായിട്ട് നോക്കി കണ്ടു ചെയ്യുകയാണെങ്കിൽ എന്താ പ്രശ്നങ്ങളെന്ന് നമ്മളെപ്പോഴും നമ്മുടെ ബോഡിയെക്കുറിച്ചൊരു വാച്ച്ഫുൾ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാമെന്നുള്ളൂ. പിന്നെ ഇതെല്ലാം ഓൾറെഡി നമ്മൾ ഓവർ വെയ്റ്റുമായി, ഡയബറ്റിക്കായി, ഹൈപ്പർ ടെൻഷനായി, അല്ലെങ്കിൽ മുട്ട് തീരെ വളഞ്ഞ്, പലപ്പോഴും പലരുടെയും മുട്ട് വളഞ്ഞു പോകും. അങ്ങോട്ടും വളയും ഇങ്ങനെ തിരിഞ്ഞും വളരെ പുറകോട്ടായിട്ട് പോകാം. അതിൻ്റെ കൂടെ കാലിൻ്റെ ഒരു മുട്ടിന് വന്നു കഴിഞ്ഞാൽ മിക്കവാറും അത് ആങ്കിളിനെയും വിരലുകളെയും ഒക്കെ ബാധിക്കാം. അപ്പോൾ പലർക്കും ചിലപ്പം ഇത് ഓസ്റ്റിയോആർത്രൈറ്റിസ് മാത്രമല്ല, രണ്ടും കൂടി വരാം. അതിൻ്റെ കൂടെ റുമറ്റോയിഡ് കാര്യങ്ങളും കാണാം. അപ്പോൾ അതെന്തോന്ന് നോക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിരലുകൾ, കാലിൻ്റെ വിരലുകൾക്കൊക്കെ
അതിൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ, ഒരു പാറ്റേണിലാണ്, ഒരു ആക്സിസ് ഉണ്ടല്ലോ അതിനൊക്കെ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞൊക്കെ ഇരിക്കുന്ന പോലെ. പലരും അതൊന്നും നോട്ടീസ് ചെയ്ത് പോയിട്ടുണ്ട്. അവരൊക്കെ ചിലർ കരുതുന്ന ഓ ചെരുപ്പിൻ്റെ കുഴപ്പമാവുമെന്നൊക്കെ. പക്ഷെ ഭയങ്കര ഡീവിയേഷൻ വന്നിരിക്കുന്നവരെയൊക്കെ കാണാറുണ്ട്. ചിലത് വിരലുകൾ അകന്നു പോവുക, ചിലത് വിരൽ ഒരു സൈഡിലേക്ക് പോവുക, അങ്ങനെയൊക്കെ ഉള്ളത് കാണാറുണ്ട്. അപ്പം വിരലുകളുടെ ആ പാറ്റേൺ മാറുന്നു. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളത്. പക്ഷെ ഇപ്പം നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളാണ്. മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ട്, കാലിന് വേദനയുണ്ട്, ആർത്രൈറ്റിസും ഉണ്ട്, അതിൻ്റെ കൂടെ വെരിക്കോസ് വെയിനും ഉണ്ട്, പിന്നെ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും അങ്ങനെ പലതും കൂടെ ഉണ്ടെങ്കിൽ, ഈവൻ വെരിക്കോസ് വെയിൻ അൾസറും എല്ലാം കൂടെ ആണെങ്കിൽ നമ്മളൊരു ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എടുക്കണം. ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ ബേസിക്കലി അതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഏത് ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഏത് ജീവിതശൈലി രോഗത്തിനും അത് ആപ്ലിക്കബിൾ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന രോഗങ്ങളെല്ലാം തന്നെ ഇഞ്ചുറി ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ജീവിതശൈലി രോഗമാണല്ലോ. ഇൻഫെക്ഷനും ജീവിതശൈലി രോഗമല്ല. ഇൻഫെക്ഷൻ വരുന്ന ജീവിതശൈലി കുഴപ്പം കൊണ്ടാകാം. നമ്മൾ പറഞ്ഞാൽ കോവിഡ് കാലത്ത് നമ്മൾ ജീവിതശൈലിയാണ് അത് കറക്റ്റ് ചെയ്യാനായിട്ട് നോക്കിയത്. പക്ഷെ ജീവിതശൈലി രോഗമുള്ളവരിലാണ് ഇൻഫെക്ഷനും കൂടുതൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ പോയി ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും അവിടെ മുറിവിന് ഇൻഫെക്ഷൻ വരാനും ചാൻസ് കൂടുതലാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും തന്നെ നമുക്ക് ജീവിതശൈലി കറക്റ്റ് ചെയ്താൽ കറക്റ്റ് ആക്കാൻ പറ്റുന്നതേ ഉള്ളെന്നുള്ളതാണ്. നമുക്ക് നല്ല മരുന്നില്ലാതെ കറക്റ്റായിട്ട് നമ്മൾ ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷനിൽ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും എല്ലാം നമുക്ക് മാറ്റി മരുന്നില്ലാതെ ആകാൻ പറ്റും. ഉള്ളി തിങ് പേഷ്യൻ്റ് വില്ലിങ് ആയിരിക്കണം. അപ്പം ഇങ്ങനെ മൾട്ടിപ്പിൾ രോഗങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണല്ലോ ഈ മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് മുട്ട് മാറ്റി വയ്ക്കണമെന്ന് പറയുമ്പോൾ മുട്ട് മാറ്റി വയ്ക്കാൻ പോകാതെ ഇതിലേക്ക് നോക്കുക. കാരണം 3 to 6 months അത് കഴിഞ്ഞാൽ തന്നെ റെസ്റ്റും വേദനയും കൂടെ സഹിക്കേണ്ടി വരും. ഇതാണെങ്കിൽ നമ്മൾ കുറച്ച് ഫുഡൊക്കെ അല്ലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വേദനയും എടുത്തിരിക്കുമ്പോൾ നമുക്ക് കഴിക്കാതെ വലിയ താല്പര്യം വരികയില്ല. പക്ഷെ അതല്ലാതെ നമ്മൾ മനസ്സ് വെച്ച് എക്സസൈസും ചെയ്തേ പറ്റുള്ളൂ. കാരണം നമ്മളെ പിടിച്ച് ചെയ്യിപ്പിക്കും. കാരണം അത് വേദനയോടുകൂടി മുറിവുള്ള ഉണ്ടായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫിസിക്കൽ മെഡിസിൻ്റെ റീഹാബിലിറ്റേഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ നടക്കും, സ്റ്റെപ്പ് കയറ്റി, അല്ലാതെ മെഷീനിൽ തന്നെ വെച്ചുകൊണ്ടും ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതിനൊന്നും പോകാതെ നമ്മളൊരു 3 months കൊണ്ട് തന്നെ നമുക്കറിയാം അത് കുറഞ്ഞു വരുന്നത്. ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ചാൽ ഈവൻ 1 or 2 weeks കൊണ്ട് തന്നെ ഈ വേദനയൊക്കെ കുറയുന്നുണ്ടെന്നുള്ളതാണ്. ഫുൾ ട്രീറ്റ്മെൻറ്റിന് ഒരു 3 to 6 months തന്നെയായിരിക്കും ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷന് വേണ്ടി വരുന്നത്. പക്ഷേ അപ്പം നമുക്ക് ആ ഓപ്പറേഷൻ ഇല്ലാതെ നമുക്ക് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഈ വേദനകളൊക്കെ പ്രത്യേകിച്ച് വെരിക്കോസ് വെയിനും അങ്ങനത്തെ പ്രോബ്ലംസൊക്കെ ഇത് കഴിഞ്ഞ് ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചിലപ്പോൾ അത് അഗ്രവേറ്റഡ് ആകാം. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് പ്രത്യേകിച്ച് ഇൻ കേസ് ചെയ്യുന്നവരാണെങ്കിൽ അവർ ഡോക്ടേഴ്സിനോട് പറയണം. കാരണം ബ്ലഡ് കട്ട പിടിച്ചിട്ട് നമ്മൾ പൾമണറി എംബോളിസം പോലെയുള്ള മരണം വരെ സംഭവിക്കാവുന്ന കോംപ്ലിക്കേഷനും സാധ്യത കൂടുതലായിരിക്കും. പക്ഷെ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഇന്ന് രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള മരുന്നുകളും പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. വെരി ഇതായിട്ട് ചെയ്യുമ്പോൾ അത് ഇമ്മീഡിയറ്റ്ലി തന്നെ ഓട്ടോമേറ്റഡ് മെഷീനിലൊക്കെ വെച്ച് എക്സസൈസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേദന ഉണ്ടാവും. നമ്മൾ അതിങ്ങനെയും കുറേ മരുന്നുകൾ എടുക്കേണ്ടി വരും. നമുക്ക് കിഡ്നിക്കോ, ഇപ്പം ഡയബറ്റിക് പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ കിഡ്നിക്കോ ഒക്കെ പ്രോബ്ലം ഉണ്ടെങ്കിൽ പിന്നെ ഈ പെയിൻ കില്ലേഴ്സും എല്ലാം കൂടെ എടുക്കുമ്പോഴേക്കും നമ്മൾ മറ്റുള്ള ഓർഗനുകളെ പോലും അഫക്റ്റ് ചെയ്യുമെന്നുള്ളതും കൂടെ നമ്മൾ ഓർമ്മിക്കണം എന്നുള്ളതാണ്. അപ്പം ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ശരിക്കും ജീവിതശൈലി കറക്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പറേഷനിൽ നിന്ന് ഒഴിവാകും. ഇവൻ നടക്കാൻ പറ്റാതെ ഇരിക്കുന്ന വീൽ ചെയറിൽ വല്ലാതെ നടക്കുക, അല്ലെങ്കിൽ വടിയോ ഇല്ലാതെ നടക്കാൻ പറ്റാത്തവർക്ക് പോലും സ്മൂത്തായിട്ട് നടക്കാവുന്ന സ്റ്റേജിൽ എത്തിക്കാൻ പറ്റാറുണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ സപ്പോർട്ടഡ് ആൻഡ് മോണിറ്റേർഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കറക്ഷൻ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ, 1, മുട്ടുവേദനയ്ക്കായി ഇന്ന് ചെയ്യപ്പെടുന്ന സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയകൾ മിക്കതും ഒഴിവാക്കാനാകുന്നതേ ഉള്ളൂ. 2, സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകേണ്ടി വരുന്ന ഒട്ടുമിക്കവർക്കും പ്രമേഹം, പ്രഷർ, അമിതവണ്ണം, കുടവയർ, തൈറോയിഡൈറ്റിസ്, ഫാറ്റി ലിവർ, കിഡ്നി രോഗം തുടങ്ങിയവ കൂടി ഉണ്ടാകാം. 3, മുട്ടുവേദനയ്ക്കും നീർക്കെട്ടിനും കാരണം അമിതവണ്ണം താങ്ങേണ്ടി വരുന്ന സന്ധികളിലെ തരുണാസ്ഥിക്കും ലിഗമെന്റുകൾക്കും ഉണ്ടാകുന്ന ക്ഷതവും കായികാധ്വാനത്തിൻ്റെയും വ്യായാമത്തിൻ്റെയും കുറവുകൊണ്ട് പേശികളും അസ്ഥികളും ശോഷിക്കുന്നതുമാണ്.
4. വ്യായാമവും ഊർജം കുറഞ്ഞതും അതേസമയം എല്ലാ പോഷകങ്ങളും ഉത്തമമായ അളവിൽ അടങ്ങിയതുമായ ഭക്ഷണം ഉറപ്പാക്കാനും പേശികളെയും അസ്ഥികളെയും ശക്തിപ്പെടുത്താനും റിപ്പയർ ചെയ്യാനും അമിതഭാരം കുറയ്ക്കാനും കഴിഞ്ഞാൽ മുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. 5. ഓർമ്മിക്കുക, ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ മുട്ടുമാറ്റിവെക്കൽ ശസ്ത്രക്രിയയിൽ നിന്ന് മാത്രമല്ല മറ്റ് ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും പ്രഷറിനും ഷുഗറിനും ഹൃദ്രോഗത്തിനുമായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ ഇത്തരം ജീവിതശൈലി രോഗങ്ങളുടെ കാരണം മനസ്സിലാക്കി അവയെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്ന് നേരത്തെ കണ്ടെത്താനും ജീവിതശൈലിയിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിൽ നിന്നും മോചനം നേടാൻ സഹായകമാകും. മരുന്നോ ഓപ്പറേഷനോ കൊണ്ട് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ മാറ്റാനാകില്ല. കാരണം മരുന്നിൻ്റെയോ ഓപ്പറേഷൻ്റെയോ കുറവുകൊണ്ടല്ല ഇത്തരം രോഗങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ജീവിതശൈലിയിലെ അപാകതകൾ കൊണ്ടാണ്. അതിനാൽ ജീവിതശൈലി ക്രമീകരിക്കുന്നതിലൂടെ മാത്രമേ ഇത്തരം ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കാനും ഒരിക്കൽ വന്നാൽ അതിൽ നിന്നും മോചനം നേടാനും സാധിക്കൂ. വൃക്കരോഗം പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൂടി വരികയാണ്. ഒപ്പം തന്നെ ജീവിതശൈലി രോഗങ്ങൾക്കായി ഓപ്പറേഷനുകൾക്ക് വിധേയരാകേണ്ടി വരുന്ന രോഗികളുടെ എണ്ണവും കൂടി വരുന്നു. ഓപ്പറേഷന് മുമ്പ് രോഗത്തിൻ്റെ അടിസ്ഥാന കാരണം ഓപ്പറേഷൻ എന്താണ് ലക്ഷ്യമിടുന്നത്, ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും എന്തൊക്കെ തുടങ്ങിയ കാര്യങ്ങൾ രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒപ്പം തന്നെ ഓപ്പറേഷനിലൂടെ ലഭിക്കുന്ന പ്രയോജനം, ഓപ്പറേഷൻ കൊണ്ട് രോഗം മാറുമോ, ഇനിയും രോഗമുണ്ടാകാൻ സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അറിയാൻ ശ്രമിക്കുക. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവരാണ് കൂടുതലും ഓപ്പറേഷനായി പണം ചെലവാക്കേണ്ടി വരുന്നില്ല. അതിനാൽ ശസ്ത്രക്രിയകളെ വളരെ ലാഘവത്തോടെ കാണുന്ന രീതി കൂടി വരികയാണ്. അനസ്തീസിയ സംബന്ധമായും ഓപ്പറേഷൻ സമയത്തും അതിനുശേഷവും ഉണ്ടാകാവുന്ന അപകട സാധ്യതകൾ വളരെ ചെറുതാണെങ്കിലും മരണത്തിന് പോലും ഉള്ള സാധ്യത ഉണ്ടാക്കും എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഓപ്പറേഷനായി നൽകുന്ന ഒട്ടുമിക്ക സമ്മതപത്രത്തിലും മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എഴുതിയിട്ടുണ്ടാവും. രോഗിയും ബന്ധുക്കളും ഓപ്പറേഷന് മുമ്പായി നൽകേണ്ട സമ്മതപത്രം ഓപ്പറേഷൻ ദിവസമല്ല വായിക്കേണ്ടത്, മറിച്ച് ഓപ്പറേഷന് വിധേയമാകാൻ തീരുമാനിക്കുന്നതിനും തീയതി ഫിക്സ് ചെയ്യുന്നതിനും മുമ്പ് ഒപ്പുവെക്കേണ്ട സമ്മതപത്രം വായിച്ചു നോക്കി മനസ്സിലാക്കണം. ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്ക്, പ്രത്യേകിച്ചും രക്തക്കൊള്ളുകളെ ബാധിക്കുന്ന രോഗങ്ങളുള്ളവർക്ക് അനസ്തീസിയുടെയും ശസ്ത്രക്രിയാ സംബന്ധമായും ഉള്ള അപകട സാധ്യതകളും പാർശ്വഫലങ്ങളും കൂടുതലാണ് എന്നതും അറിയണം. രോഗങ്ങൾ തുടക്കത്തിലെ കണ്ടെത്തുകയും അമിതവണ്ണമുണ്ടെങ്കിൽ കുറയ്ക്കാൻ ശ്രമിക്കുകയും മെറ്റബോളിസത്തിലെയും ഇമ്മ്യൂണിറ്റിയിലെയും അപാകതകൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അടുത്തത്, ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയുടെ ശാസ്ത്രീയ അടിത്തറ വിലയിരുത്തേണ്ടതുണ്ട് എന്നതാണ്. ഞാൻ ഡോക്ടർ ജോളി തോംസൺ 1981 ബാച്ചിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBSഉം തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും MDയും റീപ്രൊഡക്റ്റീവ് മെഡിസിനിലും സർജറിയിലും സ്പെഷ്യൽ ട്രെയിനിങ്ങുകൾക്ക് ശേഷം ഗവൺമെൻറ് സർവീസിൽ ചേർന്നു. 97 റിസൈൻ ചെയ്ത ശേഷം എറണാകുളത്ത് തേവരയിൽ ലൈഫ് കെയർ സെൻ്ററിൽ മരുന്നുകളും ശസ്ത്രക്രിയകളും ഒഴിവാക്കി ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തിലൂടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ തടയുന്നതിനും ചികിത്സിച്ചു മാറ്റുന്നതിനും ഊന്നൽ നൽകുന്നു. മോഡേൺ മെഡിസിനിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും ഓപ്പറേഷനുകളും ഫിസിയോതെറാപ്പിയും ഇമ്മ്യൂണിറ്റിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തി. ഈ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഇമ്മ്യൂണിറ്റിയെ ഉത്തേജിപ്പിക്കാനുള്ള പോഷക മിശ്രിതങ്ങളും ഓക്സിഫ്ലെക്സ് എന്ന പ്രത്യേക വ്യായാമ രീതിയും ഡെവലപ്പ് ചെയ്തു. ഈ പോഷക മിശ്രിതങ്ങളുടെയും ഓക്സിഫ്ലെക്സ് വ്യായാമത്തിൻ്റെയും സഹായത്തോടെ കോശങ്ങളെ ശാക്തീകരിച്ച് രോഗമുക്തിയെ സഹായിക്കാനും ആരോഗ്യം ഉത്തമമാക്കാനും നിലനിർത്താനും സഹായിക്കുന്ന സെൽ ആക്ടിവേഷൻ എന്ന നൂതന ചികിത്സാ രീതിയും ഡെവലപ്പ് ചെയ്തു. അടുത്തതായി, എന്താണ് ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണം എന്നതാണ്. ക്ലിനിക്കലി സൂപ്പർവൈസ്ഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ ശരീരഘടനയും ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവും കണ്ടെത്തുകയും ഒപ്പം തന്നെ ഉത്തമ ശരീരഘടന എന്തായിരിക്കണമെന്ന് കണ്ടെത്തുകയുമാണ് ആദ്യഘട്ടം. രണ്ടാമതായി, രക്തപരിശോധനകൾ നടത്തി ഹൃദയം, രക്തക്കുഴലുകൾ, ലിവർ, കിഡ്നി തുടങ്ങിയ അവയവങ്ങളുടെ ആരോഗ്യസ്ഥിതിയും ഇമ്മ്യൂൺ സ്റ്റാറ്റസും ഹോർമോണുകളുടെയും പോഷകങ്ങളുടെയും ലെവലും ശരീരത്തിന് ചേരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്.
മൂന്നാമതായി, ഉത്തമ ശരീരഘടനയിൽ എത്താനായി വേണ്ട ജീവിതശൈലി ക്രമീകരണങ്ങളാണ്. രോഗിയുടെ പ്രത്യേകതകൾ അനുസരിച്ച് ഉത്തമ ന്യൂട്രീഷനും വ്യായാമവും നൽകുന്നതിനൊപ്പം ശരീരത്തിലെത്തുന്ന വിഷാംശം കുറയ്ക്കാനുമാണ് ഇത് ശ്രമിക്കുന്നത്. ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉത്തമമായ സാഹചര്യം ഒരുക്കുന്നതിലൂടെ ജീവനാധാരമായ മെറ്റബോളിക് അഥവാ രാസപ്രവർത്തനങ്ങളുടെ സമതുലിതാവസ്ഥ വീണ്ടെടുക്കുകയും നിലനിർത്തുകയുമാണ് ലക്ഷ്യം. ജീവിതശൈലി ക്രമീകരണത്തിലൂടെ രക്തയോട്ടവും മെറ്റബോളിക് പ്രവർത്തനങ്ങളും ഹോർമോൺ ബാലൻസും ഇമ്മ്യൂണിറ്റിയും ശരീരഘടനയും ഉത്തമമാക്കാനും നിലനിർത്താനും കഴിഞ്ഞാൽ ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കാനാവും. മാത്രമല്ല, വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവർക്ക് പോലും രോഗം മൂർച്ഛിച്ച് അവയവങ്ങൾ തീരെ നശിക്കുന്നതിന് മുൻപെങ്കിലും കേടായ ശരീരകോശങ്ങളുടെ പുനർനിർമ്മിതിക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകാനും വിഷാംശം ശരീരത്തിലെത്തുന്നത് തടയാനും ശരീരകോശങ്ങളെയെല്ലാം ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന വ്യായാമത്തിലൂടെ എല്ലാ ശരീരകോശങ്ങൾക്കും വേണ്ട രക്തയോട്ടം ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനും വേണ്ട ജീവിതശൈലി ക്രമീകരണത്തിന് തയ്യാറായാൽ പ്രമേഹവും പ്രഷറും ഹൃദ്രോഗവും അലർജിയും ആസ്മയും ആർത്രൈറ്റിസും ക്യാൻസറും പോലുള്ള ഒട്ടുമിക്ക ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും അവയ്ക്കായി കഴിക്കുന്ന മരുന്നുകളിൽ നിന്നും വേണ്ടി വരാവുന്ന ഓപ്പറേഷനുകളിൽ നിന്നും ഒക്കെ മോചനം നേടാനും കഴിയുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഇത്തരം രോഗികൾക്ക്, അതായത് പ്രത്യേകിച്ച് മുട്ടുവേദനയുള്ളവരും അതുപോലെ മുട്ട് മാറ്റി വെക്കണമെന്ന് പറഞ്ഞവരും പിന്നെ വൺസ് മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെയും വേദന വരുന്നവർക്കും ഇങ്ങനെയുള്ള രോഗികൾക്ക് എന്ത് ബെനിഫിറ്റാണെന്നുള്ളതാണ്. ബേസിക്കലി പല ലെവലിലുള്ള പേഷ്യൻസിനെ കാണാറുണ്ട്. ചിലർക്ക് കുറച്ച് ഇവർക്ക് വലിയ നടക്കം വേദനയൊക്കെ ഉണ്ട്, ബുദ്ധിമുട്ടുകളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ചിലർ കാര്യമായിട്ട് വളവ് വന്നുപോയി. ഇപ്പോൾ പലരും ചോദിക്കും വളവൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുമെന്നുള്ളത്. അപ്പം നന്നായിട്ട് വളവ് വന്ന് പോയിട്ടുള്ള 2 കാലിനും 1 കാലിനും ഒക്കെ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ ചിലർ തീരെ നടക്കാൻ പറ്റാതെ നമ്മൾ സ്റ്റിക്കിൽ അല്ലെങ്കിൽ വോക്കറിൽ മാത്രം നടക്കുക, വീൽ ചെയറിൻ്റെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിട്ട് വരുന്നത്. യൂഷ്വലി നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ വരുമ്പോൾ നമ്മൾ ബേസിക് നമുക്കൊരു മൊബിലിറ്റിയും, അതായത് നമുക്ക് ഫുഡും മാനേജ് കഴിക്കാം, നമ്മൾ തരുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റണം. രണ്ടാമത് ബേസിക് കിടന്നുകൊണ്ട് ചെയ്യാവുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റണം. ഈ 2 കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടി വരുന്നത്. അത്രയും ഉണ്ടെങ്കിലാണ് നമ്മൾ ചെയ്യുക. പക്ഷേ ഇന്നലെ ഞാനൊരു പേഷ്യൻറ്റിൻ്റെ ഓർക്കുന്നു, അവർക്ക് നടക്കാൻ പറ്റില്ല. നമ്മളൊരു ബേസിക് ഒരു റാമ്പിൽ കൂടെ എങ്കിലും കയറി വരാൻ പറ്റണം, സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ലെങ്കിലും. യൂഷ്വലി നമ്മൾ ഇതിൽ പിന്നെ വീൽ ചെയർ ബോൺ പേഷ്യൻസിന് ഉദ്ദേശിക്കുന്നില്ല. അപ്പം അവർ വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പം അവർ വോക്കർ വെച്ച് നടക്കാൻ ബേസിക് ചെയ്യാം എന്നുള്ള ഒരു ഇൻട്രസ്റ്റിൽ അവർ വരികയാണ് ചെയ്തത്. അപ്പോൾ അവർ വീൽ ചെയറിൽ അങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ പേഷ്യൻറ്റിന് പോലും ഒരു വർഷങ്ങളായിട്ട് അവർക്ക് നടക്കാൻ മേലാതെ വീൽ ചെയർ കൊണ്ട് കഷ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് വോക്കറിൽ മാത്രം നടക്കാൻ പറ്റുന്ന പേഷ്യൻറ്റിന് പോലും ഒരു സപ്പോർട്ടും ഇല്ലാതെ നടക്കാവുന്ന നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് പേഷ്യൻ്റ് എത്ര മാത്രം, അതുപോലെ അവരുടെ കൂടെ ഉള്ളവർ. പേഷ്യൻറ്റിന് കുറച്ച് ഇപ്പം നമുക്ക് പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാം ഓവർ വെയിറ്റ് ഉണ്ടാവും, ജോലി ഇങ്ങനെ എക്സസൈസും ആക്ടിവിറ്റീസും ചെയ്യാൻ മടിയായിരിക്കും. അപ്പോൾ അവർ ആക്ടിവേറ്റ് ചെയ്ത് ചെയ്യിപ്പിക്കണം, അതാണ് ഒന്നാമത്തെ കാര്യം. വേദന ഇപ്പോൾ ഒത്തിരി വെയിറ്റൊക്കെ കുറയുന്നതിൻ്റെ മുമ്പ് വേദനയും ബുദ്ധിമുട്ടുകളും ഒക്കെ കുറഞ്ഞു വരും. യൂഷ്വലി ഒരു ചെറിയതായിട്ടൊക്കെ ഉള്ളവർക്കാണ് ഒരു 8th ഡേ ഒക്കെ ആകുമ്പോൾ തന്നെ 8ാം ദിവസം വരുമ്പോൾ തന്നെ പറയും ഒരു നല്ല വ്യത്യാസം വന്നിട്ടുണ്ടെന്ന്. അതിൻ്റെ ഒപ്പം പലപ്പോഴും ഇതിനകത്തൊക്കെ വെരിക്കോസ് വെയിൻസും ഉണ്ടാവും. അപ്പം വെരിക്കോസ് വെയിനും ചിലപ്പോൾ അതിൽ സ്കിന്നിൽ ലീഷൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പം ഇതിനും കൂടെ ഒപ്പം തന്നെ വരുമെന്നുള്ളൂ. അപ്പോൾ നമ്മൾ മുട്ട് മാറ്റി വെച്ചാൽ മുട്ടിൻ്റെ കാര്യം മാത്രമേ നമുക്ക് മറ്റേൻ്റെ കാര്യം നടക്കുകയുള്ളൂ. ഇതിൻ്റെ ബെനിഫിറ്റ്, ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പോൾ വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അതിനും ആശ്വാസം കിട്ടും, സ്കിൻ ഡിസീസ് ഉണ്ടെങ്കിൽ അതിനും ആശ്വാസം കിട്ടും, സോറിയാസിസ് ഉണ്ടെങ്കിൽ അതിനും ആശ്വാസം കിട്ടും. ഈവൻ ഡയബറ്റിക്കും ഹൈപ്പർ ടെൻഷനും ആണെങ്കിൽ, ടൈപ്പ് 2 ഡയബറ്റീസ് ആണെങ്കിൽ നമുക്ക് മരുന്ന് തന്നെ നമുക്ക് തുടങ്ങുമ്പോൾ തന്നെ നിർത്താം. യൂഷ്വലി പ്രഷറോ കൊളസ്ട്രോളോ ഇതിൻ്റെ എല്ലാം മരുന്നുകൾ മരുന്നുകൾ കഴിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ, എക്സെപ്ഷൻ ചില കേസിലൊക്കെ ഉള്ള സ്റ്റെൻറ്റ് ഇട്ടിരിക്കുന്നവർക്ക് കുറച്ച് നാൾ കഴിക്കണം, അതൊക്കെ ഒഴിച്ചാൽ മിക്കവാറും വിതിൻ എ മന്ത് എല്ലാ മരുന്നുകളും കുറച്ചുകൊണ്ട് നിർത്താൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കണം, നമ്മൾ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാലും ഡയബറ്റിക് പേഷ്യൻ്റ് ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കണം. അവർ ഈ മുട്ട് മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ വെയിറ്റ് കുറച്ചില്ലെങ്കിൽ ആ ഭാരം തന്നെ അവർ
ചുമക്കേണ്ടി വരുമല്ലോ. അപ്പോൾ അത് ഭാരം ചുമക്കുന്നത് എത്രയാണെന്ന് പറഞ്ഞാലും മാറ്റിവെച്ച സന്ധിക്കും ബുദ്ധിമുട്ടുണ്ടാക്കും. അതുപോലെ മുട്ട് മാത്രമല്ലല്ലോ, ആങ്കിള് നമ്മളുടെ താഴത്തെ പാദത്തിനും ബുദ്ധിമുട്ട് വരുമല്ലോ. അതൊന്നും മാറ്റിവെക്കാനായിട്ട് ഇപ്പോഴും മുട്ടിന് മാത്രമേ ഒരു മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഉള്ളൂ. നമ്മൾ ആങ്കിളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും മാറ്റിവെക്കാൻ പറ്റില്ല. അപ്പം ഭാരം കുറച്ചാൽ മാത്രമേ, ഓവർ വെയിറ്റ് ഉള്ളവർക്ക് വെയിറ്റും കൂടെ കുറച്ചാൽ മാത്രമേ അതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമാവുള്ളൂ. അപ്പം അത് ചെറുതായിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഈസിയാണ്, അവർക്കും ഈസിയാണ്. പക്ഷേ ഈവൻ ഒട്ടും വയ്യാതെ പോയി കാലൊക്കെ നന്നായി വളഞ്ഞു പോയിരിക്കുന്ന പേഷ്യൻസിന് പോലും നമുക്കത് വളവ് കംപ്ലീറ്റ് മാറ്റാൻ പറ്റില്ല. അതൊക്കെ കാലമെടുക്കും. നമ്മൾ യൂഷ്വലി ഒരു 3 to 6 months ആണ് നമ്മൾ ഫുൾ സപ്പോർട്ട് കൊടുത്തത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മസാജൊക്കെ ചെയ്ത് പതുക്കെ കാലിൻ്റെ ആ വളവിനൊക്കെ കുറവ് വരും. പക്ഷേ ഇപ്പോൾ ഇത്രയും നല്ല എത്തിയതല്ലേ, അപ്പോൾ ഒരു കുറച്ച് കുറഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമാവും. ആക്ടിവിറ്റീസൊക്കെ ഒരു മച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റും. അല്ല ഒരു ദിവസം കൊണ്ടല്ലല്ലോ, ഈ കാലൊക്കെ വർഷങ്ങളെടുത്താണ് ഇതൊക്കെ വളഞ്ഞ് തേയ്മാനം വന്ന് ഇങ്ങനെ ഫിക്സ്ഡ് ആയി പോയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ആശ്വാസം വരുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഫങ്ഷനുകൾക്കൊക്കെ കുഴപ്പമില്ലാതാവും. ഞാൻ പറഞ്ഞ ഈ വീൽചെയറിലുണ്ടായിരുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ നമുക്ക് പേഷ്യൻറ്റിന് എന്തോരം വളവുണ്ടെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഹിപ്പിനും ഉണ്ട്. നമുക്ക് ശരിക്കും അതൊക്കെ ഈ ഇത്രയും വയ്യാത്ത പേഷ്യൻറ്റിനെ നമ്മൾ ഒത്തിരി ടെസ്റ്റുകൾക്ക് എക്സ്റേ എടുക്കാൻ വിടുക, അവർക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ഇപ്പോൾ പ്രോപ്പർലി ഒന്ന് എക്സ്റേ പോലും എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എല്ലാം കുറഞ്ഞ് അവർ നടക്കാറാകുമ്പോഴാണ് അവരുടെ എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളതെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളതാണ്. ഹിപ്പിന്, മുട്ടിന് കംപ്ലീറ്റ് വളഞ്ഞ് അല്ലാത്ത നിലയിൽ എത്തിയിരിക്കുന്ന പേഷ്യൻറ്റിന് പോലും അപ്പോൾ അവർ അതുപോലെ കറക്റ്റായിട്ട് നോക്കി എന്നുള്ളതാണ്. നമ്മൾ യൂഷ്വലി കറക്റ്റായിട്ട് നോക്കുമ്പോൾ ഈ അർത്രൈറ്റിസ് പേഷ്യൻറ്റിന് മുട്ടുവേദന, മുട്ട് മാറ്റി വയ്ക്കാനുള്ളവർ അവരുടെ വെയിറ്റ് കുറയ്ക്കാനും കൂടെ അവർക്ക് പറ്റണം. യൂഷ്വലി 3 months കൊണ്ട് നന്നായിട്ട് നോക്കുന്ന പേഷ്യൻ്റാണ് 20% കുറയ്ക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 100 കിലോ ഉള്ള ആൾക്കാണെങ്കിൽ അതൊരു 80 കിലോയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ തന്നെ അവരുടെ എല്ലാ പ്രശ്നങ്ങളും മറ്റുള്ള 100 കിലോ ഉള്ള ആൾക്ക് ഇത് മാത്രമായിരിക്കില്ലല്ലോ പ്രശ്നം, കുറേ രോഗങ്ങളും കൂടെ ഉണ്ടാകും. അതെല്ലാം അപ്പോഴേക്കും തന്നെ ഇത് ചെയ്ത് കുറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവരുടെ ഐഡിയൽ വെയിറ്റ് 70 ആണെങ്കിൽ അത് 70ലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് നോക്കണം. ഓർ 50 കിലോ ആണ് ഐഡിയലിലേക്ക്, അതിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അവർക്ക് ശരിക്കും ഒരു നല്ല ഹെൽത്തിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ അത് എത്ര ഓവർ വെയിറ്റ് ഉണ്ടോ അതനുസരിച്ച് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പീരീഡ് കൂടുതൽ വരും. യൂഷ്വലി ഒരു 20% വെയിറ്റ് കുറയ്ക്ക് കഴിയുമ്പോഴേക്കും തന്നെ എല്ലാവരുടെയും നല്ലൊരു ഇതിലേക്ക് വരും. യൂഷ്വലി നമ്മൾ 3 to 6 months ആണ്. അത് കഴിഞ്ഞാൽ ഫുൾ സപ്പോർട്ട് 3 months കൊടുക്കും. ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രീഷണൽ സപ്പോർട്ട്, അതായത് നമുക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. കുറഞ്ഞ കാലറി, ഒരു 650 കാലറിയിൽ എല്ലാ ന്യൂട്രീഷനും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അപ്പം പലരും ചിന്തിക്കും ഇതുകൊണ്ടൊക്കെ വിശപ്പ് പോകുമെന്ന്. നമ്മൾ വേണ്ട ന്യൂട്രീഷനൊക്കെ കിട്ടി ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സ് നമ്മൾ സ്ഥിരം കിട്ടുന്ന സാധനമൊക്കെ കഴിക്കാത്തതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അത് കഴിയുമ്പോൾ നമുക്ക് അതായിട്ട് അഡ്ജസ്റ്റഡ് ആകും. അങ്ങനെ നമുക്ക് ബോഡിക്ക് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫുഡ് കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ ആ പേടിക്കുന്നത് പോലെയുള്ളൊരു വലിയ വിഷയം ഉണ്ടാകാറില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണേലും കഴിക്കാം. പിന്നെ കുറച്ച് ഫുഡ് ഈ ന്യൂട്രീഷൻ സപ്ലിമെൻ്റ് ഉണ്ട്, സപ്പോർട്ടുണ്ട്. അത് കൂടാതെ നമുക്ക് വേറെ കുറച്ച് ഫുഡ് കഴിക്കാം. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമുക്കൊരു സദ്യ, നമുക്ക് ബുഫേ ഒക്കെ ആകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പോസിബിളാണ്. പക്ഷേ നമ്മൾ അതിനൊരു മോട്ടിവേഷൻ കൊടുക്കാൻ കൂടെ ഉള്ളവർ, ഒത്തിരി സിവിയർലി സിക്കായിട്ടുള്ളവരാണെങ്കിൽ അത് ബൈസ്റ്റാൻഡേഴ്സ്, അതായത് മക്കളോ അതുപോലെ കൂടെ നിൽക്കുന്നവരോ ഒക്കെ അതിനുവേണ്ടി സപ്പോർട്ടും കൂടെ കൊടുക്കാൻ വില്ലിങ് ആണെന്ന് മാത്രം. വില്ലിങ് ആയിട്ടുള്ള പേഷ്യൻറ്റും ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ശരിക്കും മുട്ടുമാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമില്ലാതെ നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉണ്ടാവും. ക്ലിനിക്കലി സപ്പോർട്ടഡ് ജീവിതശൈലി ക്രമീകരണത്തിൽ രോഗലക്ഷണങ്ങളെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാന കാരണമായ ശരീരഘടനയിലെയും ഹോർമോൺ ബാലൻസിലെയും ഇമ്മ്യൂണിറ്റിയിലെയും വ്യതിയാനങ്ങളെയും അവയ്ക്ക് കാരണമായ ജീവിതശൈലിയിലെ അപാകതകൾ പരിഹരിക്കാനുമാണ്. അതുകൊണ്ടാണ് ഏത് പ്രായത്തിലുള്ള ആൾക്കും ഒരേ സമയം വ്യത്യസ്ത രോഗങ്ങൾക്കും രോഗലക്ഷണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും ആശ്വാസം ലഭിക്കുന്നത്. രോഗമുക്തിക്ക് ആധാരം ഇമ്മ്യൂൺ സിസ്റ്റമാണ്. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനുള്ള അവസരം ഒരുക്കുകയും അതിലൂടെ ശരീരത്തിൻ്റെ സെൽഫ് ഹീലിംഗ് പവറിനെ ഉത്തേജിപ്പിക്കുകയുമാണ് വേണ്ടത്. സ്വയം ജീവിതശൈലി ക്രമീകരിച്ച് ആരോഗ്യം ഉത്തമമാക്കി നിലനിർത്താനാണ് എല്ലാവരും ശ്രമിക്കേണ്ടത്. അതിന് കഴിയാതെ വരികയോ ഹൃദ്രോഗവും ക്യാൻസറും പോലുള്ള മാരക രോഗങ്ങൾ സംശയിക്കപ്പെടുമ്പോഴും ഒന്നിൽ കൂടുതൽ രോഗങ്ങളുള്ളവർക്കും മരുന്നുകൾ ദീർഘകാലം ഉപയോഗിക്കേണ്ടി വരുന്നവർക്കും മരുന്നുകൾ കൊണ്ടും അസ്വസ്ഥതകൾ മാറ്റാൻ കഴിയാതെ വരുമ്പോഴും ഓപ്പറേഷൻ ആവശ്യമായി വരുന്നവർക്കുമാണ്
ക്ലിനിക്കൽ സപ്പോർട്ടോടെയും സൂപ്പർവിഷനോടെയും ഉള്ള ജീവിതശൈലി ക്രമീകരണം ആവശ്യമായി വരുന്നത്. ജീവിതശൈലി ക്രമീകരണത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ചും ക്ലിനിക്കൽ സപ്പോർട്ടോടെയുള്ള ജീവിതശൈലി ക്രമീകരണത്തെക്കുറിച്ചും വെബ്സൈറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും കൂടുതൽ അറിയാനാകും. ഡോക്ടറേക്കാൾ അറിവ് നേടാം എന്ന യൂട്യൂബ് സീരീസിലെ വീഡിയോകളും നൂതന സമീപനം എന്ന സീരീസിലെ ആദ്യ വീഡിയോയും നിങ്ങളുടെ രോഗത്തെക്കുറിച്ചുള്ള വീഡിയോയും ചികിത്സ എങ്ങനെയാവണം എന്ന സീരീസിലെ വീഡിയോയും കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാ ശനിയാഴ്ചയും 2:30 ലൈവ് എപ്പിസോഡുകളും നിങ്ങളുടെ രോഗവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞുപോയ എപ്പിസോഡുകളും കാണുന്നത് നല്ലതാണ്. താങ്ക് യു.